റിപ്പോർട്ടർ ടിവിയുടെ ദുരൂഹ സാമ്പത്തിക ഇടപാടിൽ ഇഡി അന്വേഷണം. ചാനലിന്റെ സാമ്പത്തിക സ്രോതസ്, ഉടമകളുടെ നിക്ഷേപങ്ങൾ, ഓഹരികൾ എന്നിവയിലാണ് ഇഡി അന്വേഷണം നടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ ക്ലിയറൻസും ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസും ഇല്ലാതെയുള്ള നിയമവിരുദ്ധ സംപ്രേഷണത്തിന് പണം ഇറക്കിയവരിലേക്കും അന്വേഷണം വരികയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ ചാനലിന്റെ പ്രവർത്തനം തന്നെ സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെയാണ് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതിയിൽ അറിയിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് ചാനലിന്റെ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളും കൂടുതൽ സംശയ നിഴലിലേക്ക് പോകുന്നതും ഇഡി അടക്കം ഈ വിഷയത്തിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നത്. എങ്ങനെയാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന അപ്ഡേറ്റ്? രാഗി, റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം അടിമുടി ദുരൂഹമാണ് ഓരോ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത്. കാരണം സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ 2 വർഷത്തിലധികമായി അതിന്റെ പ്രവർത്തനം തുടരുന്നു. ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ അനുമതിയില്ല, അപ്ലിങ്കിങ് ഡൗൺലിങ്കിങ് അനുമതികളൊന്നും തന്നെ ഇല്ലാതെ അത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ഈ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ തോതിൽ ദുരൂഹതകളുണ്ട്. കാരണം ഇവർക്ക് ലഭിച്ചിരിക്കുന്ന പണങ്ങൾ, ഇതിന്റെ ആൻഡോ അഗസ്റ്റിനടക്കമുള്ള ഉടമകളുടെ കൈവശമുള്ള പണത്തെ സംബന്ധിച്ചാണെങ്കിലും അവർ റിപ്പോർട്ടർ ചാനലിന്റെ ലൈസൻസ് കൈവശം ആക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള മുൻ ലൈസൻസ് ഉടമകൾക്ക് നൽകിയിരിക്കുന്ന പണത്തെ സംബന്ധിച്ചെല്ലാം ദുരൂഹതകൾ ഏറെയാണ്. ആ സാമ്പത്തിക സ്രോതസ് എവിടെയാണ്, അതിന്റെ ഉറവിടം എവിടെയാണ്, എവിടെ നിന്നെല്ലാം പണം എത്തി എന്നതെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അവിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ അന്വേഷണം കൂടുതൽ ശക്തമാക്കി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിനെതിരെ പരാതി ഉയർന്നിരുന്നു. അതിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. അതേ ഘട്ടത്തിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡി പ്രാഥമികമായ ചില അന്വേഷണങ്ങൾ നടത്തി. ആ അന്വേഷണമാണ് ഇപ്പോൾ ഇഡി തുടരുകയും ചെയ്യുന്നത്. മാത്രമല്ല, ചില രേഖകൾ നിലവിലെ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അത് നിയമപരമായി അല്ല അത്തരത്തിൽ, അതുകൊണ്ട് തന്നെ നിലവിൽ അത്തരം കാര്യങ്ങൾ അവകാശപ്പെടുന്ന ആളുകളോട് കൂടുതൽ രേഖകൾ തേടിക്കൊണ്ടായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ഈ ഒരു ലൈസൻസ് കൈവശപ്പെടുത്തുന്നതിന് നൽകിയിട്ടുള്ള പണത്തെക്കുറിച്ചും അതിന്റെ പണമിടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും തേടും. ഒപ്പം തന്നെയാണ് ഏതെല്ലാം ലൈസൻസുകളാണ് നിലവിൽ കൈവശമുള്ളത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സാറ്റലൈറ്റ് ചാനൽ ഈ വിധം പ്രവർത്തിക്കുന്നത്. കാരണം സാറ്റലൈറ്റ് ചാനൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഏറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതികൾ ലഭിക്കണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിലെ ഓരോ ഡയറക്ടർമാർക്കും എത്ര പേർ ഉൾപ്പെട്ടതാണ് ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ചാനൽ എന്നാൽ ആ മുഴുവൻ ഡയറക്ടർമാരുടെയും ക്രിമിനൽ പശ്ചാത്തലം അടക്കം പരിശോധിച്ചുകൊണ്ട് ക്ലിയറൻസ് നൽകേണ്ടതുണ്ട്. അങ്ങനെയാണ് ആൻഡോ അഗസ്റ്റിൻ അടക്കമുള്ള ആളുകൾക്ക് ക്ലിയറൻസ് ലഭിക്കാത്തത്. കാരണം മരമുറി അടക്കമുള്ള വിവിധ കേസുകളിൽ പ്രതികളാക്കപ്പെട്ട ആളുകളാണ്. അത്തരം ഒരു പശ്ചാത്തലമുണ്ട് എന്നതുകൊണ്ട് തന്നെ ക്ലിയറൻസ് ലഭിച്ചിരുന്നില്ല. അങ്ങനെ ക്ലിയറൻസ് ലഭിക്കാത്ത സുരക്ഷാ ക്ലിയറൻസുകളെല്ലാം തന്നെ തള്ളിക്കളയപ്പെട്ട ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിന് ലൈസൻസ് ഇല്ല എന്ന് മാത്രമല്ല, നേരത്തെ ഇതിന്റെ ലൈസൻസ് ഉടമകൾ എന്ന് പറയുന്നത് നികേഷ് കുമാറും ഭാര്യ റാണിയുമായിരുന്നു ഇതിന്റെ ഉടമസ്ഥ അവകാശമുണ്ടായിരുന്ന ആളുകൾ. അവരിൽ നിന്ന് എങ്ങനെയാണ് ആൻഡോ അഗസ്റ്റിന്റെ സ്ഥാപനങ്ങളിലേക്ക് ഇതിന്റെ ഉടമസ്ഥാവകാശം എത്തിയത്? സാധാരണ നിലയിൽ ഇത്തരം ലൈസൻസുകൾ കൈമാറാൻ കഴിയില്ല. അങ്ങനെ മറ്റൊരാൾക്ക് ആരാണോ അത് നടത്തിക്കൊണ്ട് പോയിരുന്നത് അവർക്ക് ഒരു കാരണവശാലും ലീസിനോ മറ്റ് ഇടപാടുകളുടെ അടിസ്ഥാനത്തിലോ മറ്റ് പണമിടപാടുകളുടെ അടിസ്ഥാനത്തിലോ ഇത്തരത്തിൽ ലൈസൻസ് കൈമാറാൻ കഴിയില്ല എന്നിരിക്കെ എങ്ങനെയാണ് സാറ്റലൈറ്റ് പ്രവർത്തനാനുമതിയുള്ള ലൈസൻസ് ഈ ആളുകൾ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളുള്ള ദുരൂഹമായ ക്രിമിനൽ കേസുകളെ നേരിടുന്ന ആളുകളുടെ കൈവശം എത്തിയത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും അന്വേഷിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം സാബു ജേക്കബ് അടക്കമുള്ള ആളുകൾ, ഈ പരാതിയുമായി മുന്നോട്ട് പോയിട്ടുള്ള സാബു ജേക്കബ് അടക്കമുള്ള ആളുകൾ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നതും ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു അന്വേഷണം വേണം. ഒപ്പം തന്നെ CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അന്വേഷണം ഏറ്റെടുക്കണം എന്നൊരാവശ്യമായിരുന്നു അവർ ഉയർത്തിയത്. അതേ ഘട്ടത്തിലാണ് അതിലൊരു അന്വേഷണ ഏജൻസിയായ കള്ളപ്പണ കേസുകൾ അന്വേഷിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം നടത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം റിപ്പോർട്ടർ ചാനലിനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി കൂടി നടക്കുന്നത്. കാരണം ഇനി EDയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാനുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ഓഹരി ഇടപാടുകൾ നടന്നിട്ടുള്ള, ഇതിലെ ഓഹരി ഇടപാടുകൾ മാത്രമല്ല മുഴുവൻ ഡയറക്ടർമാരുടെയും സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക സ്രോതസ്സുകൾ മറ്റാരെങ്കിലും പുറമെ
നിന്ന് പണം മുടക്കിയിട്ടുണ്ട് എങ്കിൽ, കാരണം അത്തരം ബിനാമി ഇടപാടുകൾ ഏതെങ്കിലും തരത്തിൽ നടന്നിട്ടുണ്ടോ, മറ്റാരുടെയെങ്കിലും പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി, കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങളായി നിലവിലെ അതിൻ്റെ ഉടമസ്ഥർ മാറിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കേണ്ടതുണ്ട്. അത്തരം അന്വേഷണത്തിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. അത് ആദ്യം ചില രേഖകൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ഈ കരാറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഉടമകളും നിലവിലെ ഉടമസ്ഥരെന്ന് അവകാശപ്പെടുന്ന ആളുകളും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയം, മറ്റ് കരാറുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ കരാറുകളുടെ നിയമസാധുത അടക്കമുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കും. ഒപ്പം തന്നെയാണ് ഇക്കാര്യത്തിൽ സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക സ്രോതസ്, ചാനലിലേക്ക് വന്ന നിക്ഷേപങ്ങൾ എന്നിവയിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നത്. ഈ പരാതിയുടെ ആദ്യഘട്ടത്തിൽ ആരംഭിച്ച അന്വേഷണത്തിന്റെ തുടർച്ചയാണ് നടക്കുന്നത്. പിന്നീട് ECIR രജിസ്റ്റർ ചെയ്ത് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പിന്നീടായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. അതിനു മുമ്പ് പ്രാഥമികമായ വിവരശേഖരണങ്ങളെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഴിമതിയിലേക്കോ ക്രമക്കേടിലേക്കോ എല്ലാം വിരൽ ചൂണ്ടുന്ന ആരോപണങ്ങളാണ് റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ നിജസ്ഥിതി റിപ്പോർട്ടർ ടിവിയുടെ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിലാണ് ED അന്വേഷണം നടക്കുന്നത്. ചാനലിലെ സാമ്പത്തിക സ്രോതസ്, ഉടമകളുടെ നിക്ഷേപങ്ങൾ, ഓഹരികൾ എന്നിവയിലാണ് ED അന്വേഷണം. എന്തായാലും ചാനൽ കൂടുതൽ അഴിയാക്കുരുക്കിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.